ലോക പോലീസായ അമേരിക്കയുടെ ശാസനകൾക്ക് ഇനി യാതൊരു വിലയുമില്ലെന്ന് തെളിയിക്കുന്ന നടുക്കുന്ന വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്നും വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന നിർദ്ദേശം മുഖവിലക്കെടുക്കാതെ ഇസ്രയേൽ ഇറാനെതിരെ വൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. പരമാധികാരവും സൈനിക ശക്തിയും മാത്രമാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും പാശ്ചാത്യ ശക്തികളുടെ സമാധാന ചർച്ചകൾക്കും കടലാസ് കരാറുകൾക്കും ഇനി യാതൊരു പ്രസക്തിയും ഇല്ലെന്നും വ്യക്തമാക്കുന്നതാണ് ഈ ഒരു പുതിയ നീക്കം. ഏപ്രിൽ 8 പ്രഖ്യാപിച്ച താൽക്കാലിക വെടിനിർത്തൽ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഇറാനും ഇസ്രയേലും തമ്മിൽ നേരിട്ടുള്ള യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഇറാനിലെ പെട്രോ കെമിക്കൽ പ്ലാന്റുകൾ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ ഇസ്രയേലിന്റെ വ്യോമത്താവളങ്ങളെയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിലും ഇസ്ഫഹാനിലും ഇസ്രയേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. ഇതോടെ ഇറാൻ തങ്ങളുടെ പടിഞ്ഞാറൻ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചുപൂട്ടിയതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. സംഘർഷം രൂക്ഷമായതോടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർത്തിരിക്കുകയാണ്. ലബനനിലെ ഹിസ്ബുള്ള പോരാളികൾ തങ്ങൾക്കെതിരെ വെടിയുതിർത്തുവെന്ന് ആരോപിച്ച് ഞായറാഴ്ച ലബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു. ലബനനിൽ ആക്രമണം നിർത്തിവെക്കണമെന്ന അമേരിക്കയുടെ നിരന്തരമായിട്ടുള്ള അഭ്യർത്ഥന പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിന്റെ ഈ ഒരു നടപടി ഉണ്ടായത്. ഇതിന് മറുപടിയായിട്ടാണ് ഇറാൻ ഇസ്രയേലിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. അമേരിക്കയുമായി സമാധാന കരാർ വേണമെങ്കിൽ ഇസ്രയേൽ ലബനനെ ആക്രമിക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ അമേരിക്കയോട് വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം ലോകം കാണേണ്ടത്. ഞായറാഴ്ച രാത്രി ഇറാന്റെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെ ഇസ്രയേൽ ഒരു കാരണവശാലും തിരിച്ചടിക്കരുതെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ വിലക്കുന്ന പ്രമേയം അമേരിക്കൻ പ്രതിനിധി സഭ പാസാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ട്രംപിന്റെയും അമേരിക്കയുടെയും വാക്കുകളെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത്. ബെയ്റൂട്ടിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് തങ്ങളുടെ യാതൊരു അനുമതിയും ഉണ്ടായിരുന്നില്ല എന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയാണ്. ചുരുക്കത്തിൽ ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ ഭരണകൂടം തികച്ചും നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഇറാനുമായി എങ്ങനെയെങ്കിലും ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോഴാണ് സ്വന്തം സുരക്ഷ മാത്രം മുൻനിർത്തി ഇസ്രയേൽ അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുന്നത്. ഇതോടെ അമേരിക്കൻ മധ്യസ്ഥതയിലുള്ള സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. അമേരിക്കയെ കാഴ്ചക്കാരാക്കി പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നടത്തുന്ന ഈ പുതിയ പോരാട്ടം ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.